ഗോകുലിൽ ആദ്യം നമ്മളിപ്പോൾ അവൻ്റെ ഫാദറിൻ്റെ കൊളീഗാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഫാദറിൻ്റെ റെസ്പെക്റ്റ് ഉണ്ടാവും എന്നോട്. അത് സിനിമയിൽ കാണരുതെന്ന് ഞാൻ പറഞ്ഞു. നീ എന്നെ മമ്മൂക്കായിട്ടോ മമ്മൂട്ടി ചേട്ടനോ മമ്മൂട്ടി സാറായിട്ടോ ഒന്നും കാണാൻ. അത് മാത്രമേ ഞാൻ പറഞ്ഞു. പക്ഷേ ഈ പ്ലേറ്റ് വെരി വെൽ അല്ലേ. ബൈക്ക് മാത്രം നമുക്ക് കുറച്ച് സ്ലോ ആയിട്ട് ഓടിച്ചു, ബാക്കിൽ നമുക്കാണ് ഇരിക്കുന്നത്. നമ്മൾ ഞാൻ ഫാസ്റ്റ് ആയിട്ട് ബ്രേക്കിലാണ് പറഞ്ഞു. അത് മാത്രമേ എനിക്ക് പ്രശ്നമുണ്ടായിരുന്നു. മൊത്തം ബൈക്കാണ് മേടിച്ചു കൊടുത്തു. മമ്മൂട്ടി കമ്പനിയുടെ ആ ഒരു പ്രൊഡക്ഷൻ ഹൗസ് വന്നതിന് ശേഷം ഓരോ സിനിമകളും നോക്കിക്കഴിഞ്ഞാൽ ഒന്നിലൊന്ന് വ്യത്യസ്തവുമാണ്. അതേപോലെ സിനിമ ആരാധകർ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സിനിമകളാണ്. സോ മമ്മൂട്ടി കമ്പനി എന്ന പേര് മലയാള സിനിമയിൽ എന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചോദിക്കുകയാണ്, മമ്മൂക്ക അഭിനയിക്കാത്ത അല്ലെങ്കിൽ അതെ അതെ അതേപോലെ ഈ സിനിമ ബാക്കപ്പ് ചെയ്യാവുന്ന മമ്മൂക്ക തന്നെയാണ് വിളിച്ച് ഗൗതം സാറിനോട് പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ബാക്കപ്പ് ചെയ്യാൻ തോന്നിയ ആ ഒരു മൂവ്മെന്റ് എപ്പോഴായിരുന്നു? അതല്ല നമ്മൾ സിനിമകൾ ചെയ്യുന്നു, പിന്നെ ഒരു പ്രൊഡ്യൂസറെ കണ്ടുപിടിക്കേണ്ട കാര്യം ബുദ്ധിമുട്ടിക്കേണ്ട പുള്ളി. നമ്മൾ ഏതായാലും ഇവിടെ വീട്ടിൽ തുറന്നിരിപ്പുണ്ടല്ലോ, നമുക്ക് എല്ലാം നടത്താം. അല്ലാതെ നമ്മൾ ആ സിനിമ പിടിച്ചെടുത്തൊന്നുമില്ല. പുള്ളി ഒരു പ്രൊഡ്യൂസറെ കൊണ്ടുവരേണ്ട സമയം വേണ്ട, നമുക്ക് തുടങ്ങാം. നമുക്ക് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. നമ്മളില്ലാത്ത ഉള്ളവരും ചെറിയ റോഡൊക്കെ വരും. നമ്മളെ കൊണ്ടാവുന്നവർ വരും. സിനിമ ഇറങ്ങി ഇതിന്റെ കുറെ റിവ്യൂസ് വന്നു. അപ്പൊ റിവ്യൂസിലൊക്കെ എടുത്തു പറയുന്നത് എന്താ മമ്മൂക്കയും ഗോകുലേട്ടനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ടെന്നാണ്. ഇപ്പൊ സുരേഷേട്ടന്റെ മകനാണ്, പണ്ട് മുതലേ കാണുന്ന ഒരാളും കൂടാണ്. ഇപ്പൊ സിനിമയിൽ ഇൻസ്ക്രീൻ വരുമ്പം അതെങ്ങനെ ഉണ്ടായിരിക്കും അഭിനയിക്കാൻ? ഖത്തറില്ല. അത് ഗോകുലിൽ ആദ്യം നമ്മളിപ്പോൾ അവൻ്റെ ഫാദറിൻ്റെ കൊളീഗാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഫാദറിൻ്റെ റെസ്പെക്റ്റ് ഉണ്ടാവും എന്നോട്. അത് സിനിമയിൽ കാണരുതെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ സെറ്റിലൊക്കെ വരുമ്പോൾ അങ്ങനെ തന്നെ സാർ കാണുമ്പോൾ എഴുന്നേക്ക് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. നമ്മളതൊന്നും ചെയ്യില്ല. സാധാരണ നീ പെരുമാറുന്ന പെരുമാറുന്നത് എന്നോട്. സിനിമയിൽ നമ്മൾ വരുമ്പോൾ അല്ലേ ഒരു സീനിയറും അസിസ്റ്റൻറ്റും തമ്മിലുള്ള ബന്ധം ഉണ്ടാകുള്ളൂ. നീ എന്നെ മമ്മൂക്കായിട്ടോ മമ്മൂട്ടി ചേട്ടനോ മമ്മൂട്ടി സാറായിട്ടോ ഒന്നും കാണാൻ. അത് മാത്രമേ ഞാൻ പറഞ്ഞു. പക്ഷേ ഈ പ്ലേറ്റ് വെരി വെൽ അല്ലേ. അത് നല്ല കോമ്പിനേഷൻ ആയിരുന്നു. ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല. ആ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ശരിക്കും ഗൗതമിന് നമ്മളോട് അഭിനയിക്കുമ്പോൾ. അത് ആ സിനിമയിലുണ്ട്. അതാണ് ആ സിനിമയുടെ കഥാപാത്രം അത്രയും വളരെ സ്വീറ്റായത് ഗൗതം അല്ലെ. ഗോകുൽ ബൈക്ക് മാത്രം നമുക്ക് കുറച്ച് സ്ലോ ആയിട്ട് ഓടിച്ചു, ബാക്കിൽ നമുക്കാണ് ഇരിക്കുന്നത്. നമ്മൾ ഞാൻ ഫാസ്റ്റ് ആയിട്ട് ബ്രേക്കിലാണ് പറഞ്ഞു. അത് മാത്രമേ എനിക്ക് പ്രശ്നമുണ്ടായിരുന്നു. മൊത്തം ബൈക്കാണ് മേടിച്ചു കൊടുത്തു.